മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തതിന് ശേഷം കോൺഗ്രസിൽ നിലനിന്നിരുന്നൊരു അല്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു അനിശ്ചിതത്വമാണ് KPCC പ്രസിഡന്റ് സ്ഥാനം എന്നുള്ളത്. നമ്മുടെ വൈദ്യുതി ആയ സണ്ണി ജോസഫ് ആയിരുന്നു KPCC പ്രസിഡന്റ് സ്ഥാനം. അദ്ദേഹം മന്ത്രിയായതിനു ശേഷമാണ് ഈ ഒരു സ്ഥാനത്തേക്കുള്ളൊരു പുതിയ ഒരാളെ തീരുമാനിക്കാനുള്ളൊരു യോഗം. നമുക്ക് ഒരുപാട് മുതിർന്ന നേതാക്കന്മാരുടെയൊക്കെ പേരുകൾ ഇപ്പോൾ മുൻനിരയിൽ വരുന്നുണ്ട്. ഇന്ന് അതിനുള്ളൊരു യോഗമാണ് ഡൽഹിയിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തോടെ ആ ഒരു അനിശ്ചിതത്വത്തിന് വിരാമമാവുകയാണോ? ഇന്നത്തോടെ അത് വിരാമമാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിയില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഹൈക്കമാൻഡാണ് ആരാണ് PCC അധ്യക്ഷൻ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് KPCC അധ്യക്ഷൻ. ഇപ്പോൾ KPCC അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ കേരളത്തെ മുഴുവൻ നയിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം. നമ്മൾ VD സതീശൻ്റെ കാര്യം കണ്ടു. VD സതീശനെതിരെ എന്തുകൊണ്ടാണ് ജനങ്ങൾ VD സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അടിത്തട്ടിലുള്ള കോൺഗ്രസ്സുകാർ വരെ പ്രതിഷേധവുമായിട്ട് ഇറങ്ങി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്തുണയുമായിട്ട് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങി? എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരാൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം ആ പാർട്ടിയെ നയിക്കുന്ന ഒരാൾ. ഒരു നേതാവ് അങ്ങനെയാണ് ഉണ്ടാകുന്നത്. VD സതീശൻ ഒരു നേതാവായതുകൊണ്ടാണ് VD സതീശനെ ആളുകൾ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയത്. കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. ഇപ്പോൾ നമ്മൾ പുതിയ ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. ഈ ഡിജിറ്റൽ യുഗത്തിൽ കൃത്യസമയത്ത് കാര്യങ്ങൾ സ്ഫുടമായി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ കൃത്യമായിട്ട് പ്രതികരണങ്ങൾ നടത്താൻ കഴിയണം. അങ്ങനെ കഴിവുണ്ടെങ്കിൽ മാത്രമേ അവർക്കിനി മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ ഇവർ പഴയ കാലത്തെ സംഘടനാ സംവിധാനവും സംഘടനാ പാഠവും ഒക്കെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. പുതിയ കാലമാണ്. സോഷ്യൽ മീഡിയയിലൂടെ പോലും ആളുകളെ തന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. ഇപ്പോൾ VD സതീശൻ, നമ്മളെപ്പോഴും VD സതീശൻ്റെ മാതൃക പറയുന്നതിൻ്റെ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേതൃത്വം നൽകി. ആ നേതൃത്വം 102ലേക്ക് എത്തിക്കാൻ സാധിച്ചു. എന്തുകൊണ്ടാണ്? കൃത്യമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും. ഇപ്പോൾ CPMനെ സംബന്ധിച്ച് CPM കൃത്യമായിട്ട് ഒരു മുൻകൂട്ടി എറിയുന്ന ആളുകളാണ്. അവർ പല കാര്യങ്ങളും മുൻകൂട്ടി എറിയും. പഴയ കാലത്തെ കോൺഗ്രസ് ആണെങ്കിൽ ഇതിൻ്റെ വാലയെ പിടിച്ച് പോകും. ഇപ്രാവശ്യം കോൺഗ്രസ് ആണ് മുൻകൂട്ടി ഓരോ സാധനങ്ങളും അങ്ങോട്ട് ഇട്ട് കൊടുത്തത്. CPMകാർ അതിൽ പിടിച്ച് പോകേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ആ രീതിയിൽ കൃത്യമായി കണക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. VD സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. ഒരു ലീഗൽ പോയിന്റ് ആണെങ്കിലും മറ്റ് കാര്യങ്ങളാണെങ്കിലും ഇപ്പുറത്തിരിക്കുന്ന ആളെ അടിച്ചമർത്തത്തക്ക രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞൊപ്പിക്കും. പുതിയ കാലത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്റ്റാറ്റസുകളുടെ രാഷ്ട്രീയമാണ്, പോസ്റ്റുകളുടെ രാഷ്ട്രീയമാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും ഇൻസ്റ്റഗ്രാം റീലിലൂടെയും വാട്സപ്പ് സ്റ്റാറ്റസുകളിലൂടെയും ഒക്കെയാണ് ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയം ചലിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് കുറിക്കുകൊള്ളുന്ന മറുപടികൾ പറയാൻ കഴിയുന്ന ആളുകൾ വേണം ഈ സ്ഥാനത്തേക്ക് എത്താൻ. കാരണം പണിയെടുക്കുന്നവരും അതേപോലെ തന്നെ കുറിക്കുകൊള്ളുന്ന വർത്തമാനങ്ങൾ പറയുന്ന ആളുകളുമാണെങ്കിൽ മാത്രമേ ജനങ്ങളെ ഏറ്റെടുക്കൂ. VD സതീശൻ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടേക്ക് ആൾക്കൂട്ടം ഉണ്ടാവും. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാനും വസ്തുനിഷ്ഠപരമായിട്ട് പറയാൻ കഴിയുന്നതുകൊണ്ടാണ്. ഇപ്പോൾ KPCC പ്രസിഡന്റ് മുൻകാലങ്ങളിൽ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുധാകരൻ KPCC പ്രസിഡന്റായിട്ട് വന്നപ്പോൾ ഒരു ഓളമുണ്ട്. അപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വികാരഭരിതമായിട്ട് കണ്ടൊരു സ്ഥാനമായിരുന്നു സുധാകരനെ KPCC പ്രസിഡന്റാകുന്നത്. ആ സമയം എത്ര പേര് മുറവിളി കൂട്ടി സുധാകരനെ കൊണ്ടൊരു പാർട്ടിയെ സംരക്ഷിക്കും എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ആളുകൾക്ക് വൈകാരികമായിട്ട് അടുക്കാൻ കഴിയുന്ന രീതിയിൽ, വൈകാരികമായിട്ട് ഏറ്റെടുക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഒരു നേതാവ്. ആ നേതാവ് ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അണികളോടൊരു കാര്യം പറഞ്ഞാൽ അണികൾ അനുസരിക്കണം. അനുസരിക്കാത്ത അണികളാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു യോഗം നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സംഘർഷം നടക്കുകയാണ്, അവിടേക്കൊരു നേതാവ് കടന്നു വന്നിട്ട് നിങ്ങളെല്ലാവരും മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി നിൽക്കാൻ കെൽപ്പുള്ള നേതാവായിരിക്കണം. ആ പറയുന്ന പവർഫുൾ ആയിരിക്കണം. ആ ഓരോ വാക്കും പവർഫുൾ ആയിരിക്കണം. വികാരങ്ങൾ മനസ്സിലാക്കണം. അപ്പുറത്ത് നിൽക്കുന്ന ഒരു അണി, അവൻ ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും ഏത് തലത്തിൽ നിൽക്കുന്ന ആളാണെങ്കിലും അവൻ്റെ മാനസിക വിഷമം കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. അവൻ്റെ മാനസിക തലം കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. അണികളെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ നേതൃത്വത്തിലേക്ക് വരുമ്പോഴാണ് ഇതിനെ വെറുക്കുന്നത്. പിന്നെ പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയമാണ്. പുതിയ വരുന്ന യുവാക്കൾ ഈ പാർട്ടിയിൽ നിൽക്കണമെങ്കിൽ അവർക്ക് കിട്ടേണ്ട കൃത്യമായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാറ്റസുകളുടെ കാലഘട്ടമാണ്. ഈ പഴയ കാലത്ത് ചായക്കടകളിൽ നിന്നും ആയിരുന്നു രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ടിരുന്നത്, കവലകളിൽ നിന്നായിരുന്നു രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് കവലകളൊന്നും വേണ്ട. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കവലപ്രസംഗങ്ങൾ ശരിയാണ്, ഓരോ കോർണറിലും പോയി നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാം. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണുകളുണ്ട്.
ആളുകൾ ചർച്ച ചെയ്യുന്ന കാലമാണ്. അതിലൂടെ കൃത്യമായിട്ട് സമയം ഏറ്റവും വലിയൊരു കാര്യമാണ്. പലപ്പോഴും ഒരു വിഷയം പറഞ്ഞ് അതിന് സമയമെല്ലാം കഴിഞ്ഞിട്ട് അത് എല്ലാ ആളുകളിലേക്കും എത്തി ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു ന്യായീകരണവുമായിട്ട് വന്നിട്ട് കാര്യമില്ല. കൃത്യസമയത്ത് അത് അടിക്കാൻ കഴിയണം. അതാണ് ഒരു നേതാവിൻ്റെ കഴിവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പേരുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ അവിടെ മാത്യു കുഴിനാടൻ പോയതിനു ശേഷമാണ് വീണ്ടും ചർച്ചകൾ തുടങ്ങുന്നത്. KC വേണുഗോപാലിനെ കാണാൻ വേണ്ടിയിട്ട് മാത്യു കുഴിനാടൻ പോകുന്നു. സ്വാഭാവികമായിട്ടും KCയുടെ ഒരാളെ ആയിരിക്കും KPCC പ്രസിഡന്റായിട്ട് വെക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്നുണ്ട്. കാരണം VD സതീശൻ KC വേണുഗോപാലിന് ഒരുപാട് പിന്തുണയുണ്ടായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ കെൽപ്പുള്ള രീതിയിൽ നിയമസഭയിലേക്ക് ഒരുപാട് ആളുകളെ എത്തിക്കാൻ KC വേണുഗോപാലിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രൂപ്പ് സംവിധാനങ്ങളുണ്ട്. ആ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള ആളാണോ അവർക്കായിരിക്കും ഒരു പ്രധാന സ്ഥാനം കിട്ടുന്നത്. അപ്പോൾ KC വേണുഗോപാലാണ് തീരുമാനിക്കുന്നത് ആരെയാണ് KPCC പ്രസിഡന്റായിട്ട് വെക്കാൻ പോകുന്നത്. KC വേണുഗോപാൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരുപാട് ആളുണ്ട്. KC വേണുഗോപാലിനും പേരുകൾ നിർദ്ദേശിക്കാം. ഇപ്പോൾ മാത്യു കുഴിനാടൻ അദ്ദേഹത്തിനെ കാണാൻ പോയത് വലിയ ചർച്ചാ വിഷയം വന്നിട്ട്. അതേപോലെ തന്നെ ഒരുപാട് പേരുകളുണ്ട്. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹം വളരെ വർഷക്കാലമായിട്ട് മാവേലിക്കര മണ്ഡലത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരാളാണ്. മികച്ച സംഘടനാ സംവിധാനമൊക്കെയാണ്. പക്ഷേ എത്രത്തോളം അദ്ദേഹത്തിനെ ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. അതിനിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ഒരുപാട് പേരുകളുണ്ട്. ഇപ്പോൾ മാത്യു കുഴിനാടിൻ്റെ പേരുണ്ട്, അതേപോലെ തന്നെ ബെന്നി ബെഹനാൻ, അതേപോലെ തന്നെ ജോസഫ് വാഴക്കൻ, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. അപ്പോൾ ഈ പേരുകളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് ഇവരോട് ആരോടും വലിയൊരു താല്പര്യം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരുകൾ, ഇപ്പോൾ ഈ പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഷാഫി പറമ്പിലോ, ഒന്ന് കൊടുക്കുന്നിൽ സുരേഷ്, ഒന്ന് മാത്യു കുഴിനാടൻ, ഇത്തരത്തിലുള്ള പേരുകളാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നതും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളും. ഇതിൽ ഞാൻ നോക്കിയത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ ഷാഫി പറമ്പിലിനെ KPCC പ്രസിഡന്റ് ആക്കാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ട്. കാരണം ഷാഫി പറമ്പിൽ ഒരു പരിപാടിയിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ആളുകൾ കൂടും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്റ്റാർ ക്യാമ്പയിനർ ആയിരുന്നു. ഏകദേശം 10-80 മണ്ഡലങ്ങളിൽ അദ്ദേഹം കുറഞ്ഞ ദിവസം കൊണ്ട് പോയി. അവിടേക്ക് വന്ന ജനത്തിരക്ക് പറയേണ്ടതാണ്. ഇപ്പോൾ ഞാൻ പത്തനാപുരം മണ്ഡലത്തിലാണ്. പത്തനാപുരം മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ വന്നപ്പോഴുണ്ടായ ജനത്തിരക്ക്, എന്തുമാത്രം ജനങ്ങളാണ് ആ മനുഷ്യനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു നോക്കെങ്കിലും കാണണം, ഷാഫി പറമ്പിലിനെ ഒന്ന് കാണണം. അതിന് വേണ്ടിയിട്ട് എത്ര ആളുകൾ വന്നു. കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് പോലും പല ആളുകളും വന്നു. പക്ഷെ അവരെ ഒന്നും ആളുകൾക്ക് വേണ്ട. ഷാഫി പറമ്പിലിനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അടുത്ത ദിവസമാണ് KB ഗണേഷ് കുമാർ വലിയ രീതിയിൽ വേടനയൊക്കെ കൊണ്ടുവന്നു വലിയ ആൾക്കൂട്ടം. ഷാഫി പറമ്പിൽ വന്ന ആൾക്കൂട്ടത്തിനെ വെട്ടിക്കണമല്ലോ. അതിൻ്റെ അടുത്ത ദിവസം തന്നെ വേടനെ കൊണ്ടുവന്ന് വലിയ പരിപാടിയൊക്കെ നടത്തി. പക്ഷേ അവിടെ ജ്യോതികുമാർ ചാമക്കാല വിജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതേപോലെയാണ് ഷാഫി പറമ്പിൽ എവിടെയെങ്കിലും ഒരു പ്രസംഗം നടത്തുകയാണെങ്കിൽ ആ പ്രസംഗം കേൾക്കാൻ ആളുകൾ വരും. ഷാഫി പറമ്പിലിന്റെ പല പ്രസംഗങ്ങളും ഇന്നും ആളുകൾ സ്റ്റാറ്റസ് ആക്കുന്നില്ലേ? ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അദ്ദേഹം ഇടപെടുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾ സ്റ്റാറ്റസ് ആക്കുന്നില്ലേ? ഇപ്പോൾ ബാക്കിയുള്ള നേതാക്കന്മാരുടെ അവർ പറയുന്ന വിഷയങ്ങൾ എത്ര പേര് സ്റ്റാറ്റസ് ആക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇതിനും ഒരു രാഷ്ട്രീയമുണ്ട്. ആളുകൾക്ക് പുറത്തേക്ക്, ഇപ്പോൾ ഞാനൊരു കോൺഗ്രസ് പ്രതിനിധിയാണെങ്കിൽ, ഞാനൊരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണെങ്കിൽ ആ പാർട്ടിയിലെ നിർദ്ദേശങ്ങൾ, ആ പാർട്ടിയിലെ ചില കാര്യങ്ങൾ അത് എൻ്റെ അടുത്തുള്ള സമൂഹത്തോട് എനിക്ക് പറയണമെങ്കിൽ നല്ലൊരു വീഡിയോ വേണം. അത് കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ പറയുന്നൊരു സാധനം വേണം. ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് ചുറ്റിനും ഇരുന്ന് എന്നെ കുറ്റം പറയുന്ന ആളുകൾക്കുള്ള മറുപടിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ VD സതീശൻ സർക്കാരാണ് നിയമത്തിലിരിക്കുന്നത്, മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. സർക്കാരിനെതിരെ വരുന്ന ഓരോ വിമർശനങ്ങൾ നമുക്കറിയാം. CPM സംബന്ധിച്ച് CPM വെറുതെ ഇരിക്കുമല്ല. വന്ന് കയറിയതിൻ്റെ പിറ്റേ ദിവസം, വന്ന് കയറിയതിൻ്റെ അന്ന് മുതൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വഴി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ എല്ലാം കൃത്യസമയത്ത് തിരിച്ചടിക്കാൻ, മറുമരുന്ന് പോലെ സംസാരിക്കാൻ കഴിവുള്ള ആളുകൾ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്നൊരു ചോദ്യമില്ലേ? അപ്പോൾ ചില ആളുകൾ അതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റാറ്റസ് ആക്കി ചോദ്യം ചെയ്യുന്ന ആളുകളെ, ഇപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ അവൻ്റെ ചുറ്റിന് വരുന്ന അവനെ കളിയാക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ കാണും, BJP-ക്കാർ കാണും, പാർട്ടിയിലൊന്നും ഇല്ലാത്ത ആളുകൾ കാണും. ഇവർക്കെതിരെ ഇവരോട് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവന് കയ്യിലൊന്നുമില്ല. നീ ക്യാപ്സ്യൂളുകൾ എന്ന് പറഞ്ഞാൽ പോലും അത് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ വേണം. അങ്ങനെ ഒരാൾ യഥാർത്ഥത്തിൽ KPCC അധ്യക്ഷനായിട്ട് വന്നിട്ട് കാര്യമുള്ളൂ. കാരണം കഴിഞ്ഞ കാലത്തെ കൂട്ടല്ല, ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയണം, ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയണം, വസ്തുനിഷ്ഠപരമായിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാൻ, അവരോട് ഇടപെടാൻ, അവരുടെ മാനസിക നില തിരിച്ചറിയാൻ ഒരു
കെൽപ്പ് വേണം. അല്ലാത്ത ഒരാളെ നമ്മൾ KPCC പ്രസിഡന്റായിട്ടോ മുഖ്യമന്ത്രിയായിട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിനനുസരിച്ച് അവരെ കൊണ്ട് ഓടിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. അവർ ചിലപ്പോൾ നല്ല മുഖ്യമന്ത്രിയായിരിക്കാം, നല്ല മന്ത്രിയായിരിക്കാം, പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് ഇവരെന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യം വരും. കഴിഞ്ഞ കാലത്ത് CPM-ലെ പല നേതാക്കന്മാർക്കും സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കാം, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാം, പക്ഷേ ഇതെല്ലാം അവരിൽ മാത്രം ഒതുങ്ങും. പുതിയ കാലഘട്ടമാണ്. കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ കഴിയാത്ത നേതാക്കന്മാരെ മുന്നേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോകില്ല. ജനങ്ങൾ ചോദിക്കും. ഇപ്പോൾ നമുക്കറിയാം, K. സുധാകരനെ മാറ്റിയിട്ടാണ് യഥാർത്ഥത്തിൽ സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റ് ആക്കിയത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചു, ആരാണ് ഈ സണ്ണി ജോസഫ്? കണ്ണൂരിലെ ഏറ്റവും അറിയപ്പെടുന്ന നേതാവാണ്, പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമുക്ക് അയാളെ അറിയില്ല. നമുക്ക് എല്ലാവരെയും ഓർത്തു വയ്ക്കാനൊന്നും കഴിയില്ല. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ മറ്റ് മാധ്യമങ്ങളിലൂടെയോ അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി, അദ്ദേഹത്തിൻ്റെ ആളുകളിലേക്ക് എത്തിക്കുന്ന വിധം, ഇതൊന്നും നമുക്കറിയില്ല, നമ്മൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് അയാളോടുള്ള ഒരു ഏതോ ഒരു നേതാവ് ആ രീതിയിൽ മാത്രമേ കാണൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് അറിയപ്പെടുന്ന ഒരാളെ, ഫേസ് വാല്യൂ ഉള്ള ഒരാളെ, വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളെയാണ് വെക്കുന്നതെങ്കിലോ ഇന്ന ആളാണ്. ഇപ്പോൾ ഇത് ഈ ചർച്ചയുടെ ഇടയിൽ ആളുകൾ വന്ന് കമൻ്റ് ഇടാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ KPCC പ്രസിഡന്റ് ആക്കിക്കൂടെ എന്ന് പറഞ്ഞ് ചോദ്യങ്ങളും വരാം, സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ പറയുന്നത്, കാലഘട്ടം മാറുന്നതിനനുസരിച്ച് കൃത്യമായിട്ട് അജണ്ടകൾ സെറ്റ് ചെയ്യാൻ അറിയുന്ന നേതാക്കന്മാരെ വെച്ചില്ലെങ്കിൽ ഇത് പാളിപ്പോവും. അവർ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുമെന്നല്ല, പുതിയ കാലത്തെ ആളുകളെ ആകർഷിക്കാൻ കഴിയാതെ പോകും. ഈ പഴയ കാലത്തെ ആളുകൾ മാത്രമല്ലോ, ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, ഈ പുതിയ തലമുറ ഇതിലേക്ക് അടുക്കാൻ ഭയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അടുക്കാൻ അവർക്ക് എന്തോ നാണക്കേട് പോലെ തോന്നുന്നുണ്ട്. കാരണം വയസ്സായ ആളുകളുടെ മാത്രം പാർട്ടിയായിട്ട് കോൺഗ്രസ് പാർട്ടി മാറുന്നുണ്ട്. അത് വലിയ ദോഷം ചെയ്യും ഈ പാർട്ടിയെ സംബന്ധിച്ച്. എത്രയോ ആളുകൾ ഈ പാർട്ടി നശിച്ചു പോകുന്നത് ഇവരാരും അറിയുന്നില്ല. അടിത്തട്ടിൽ ഇപ്പോഴെല്ലാം വയസ്സായ ആളുകൾ മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്, യുവാക്കളില്ല. അപ്പോൾ പുതിയ കാലത്തെ യുവജനതയെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു യുവാവിനെ ഈ പാർട്ടിയുടെ നേതാവായിട്ട് കൊണ്ടുവരണം. എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത്. കാരണം ഒരുപാട് വർഷക്കാലമായിട്ട് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട്, ഈ പാർട്ടിയിലെ പല കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട്, ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു യുവാവിനെ കൊണ്ടുവന്നേ തീരും. യുവാവിനെ മാത്രം കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ മാത്യു കുഴൽനാടനൊക്കെ യുവാവായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളുടെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ കഴിയുന്ന, ഇപ്പോൾ മാത്യു കുഴൽനാടൻ്റെയൊക്കെ പല പ്രസംഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എത്രത്തോളം ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ കണ്ടതാണ് ഇപ്പോൾ VD സതീശൻ്റെ മുഖ്യമന്ത്രിയാക്കുന്ന വിഷയത്തിൽ ഷാഫി പറമ്പിലിനും മാത്യു കുഴൽനാടനും അടികിട്ടി. എങ്ങനെയാണ്? ആ വിഷയത്തിൽ മുസ്ലിം ലീഗ് അഭിപ്രായം പറയാൻ, അവരുടെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ജനങ്ങളെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, ജനവികാരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നല്ലൊരാളെ ഈ പാർട്ടിയുടെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇത് പൊളിഞ്ഞു പോകും. കാരണം ഭരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിനപ്പുറത്ത് നിന്ന് കൃത്യമായിട്ട് ഫൈറ്റ് ചെയ്ത്, കൃത്യമായിട്ട് അജണ്ടകൾ സെറ്റ് ചെയ്ത് ഈ ഭരണം നല്ലതാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നത് KPCC പ്രസിഡന്റാണ്. ഇപ്പുറത്ത് നിന്ന് ഈ ഭരിക്കുന്ന സർക്കാരിനെ പാലം വലിച്ച് താഴെയിടാൻ കഴിവുള്ള ആളുകളാണ് ഈ പാർട്ടിയുടെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതെങ്കിൽ രണ്ടും പൊളിഞ്ഞു. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്രത്തോളം ജീവൻ മരണ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസ്സുകാർ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കഴിഞ്ഞ 5 കൊല്ലം മുമ്പിട്ട് തോറ്റപ്പോഴും പറഞ്ഞത്, അവസാനത്തെ ബസ്സാണ്, ഈ ബസ് കിട്ടിയില്ലെങ്കിൽ തോറ്റുപോകും. രണ്ട് വട്ടവും ഇവർ ഇത് തന്നെയാണ് പറഞ്ഞത്, അവസാനത്തെ ബസ്സാണ്. ഇതും അതേപോലെ തന്നെയാണ്. ഇതും ഒരു അവസാനത്തെ വട്ടത്തെ ട്രയലാണ്. ഈ കോൺഗ്രസ് സംഘടന നിലനിൽക്കണമെങ്കിൽ പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവരണം. പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾ അറിയാതെ ഈ പാർട്ടി ഇങ്ങനെയായിരുന്നു, ഈ പാർട്ടി അങ്ങനെയായിരുന്നു, ഇത്തരത്തിലുള്ള നേതാക്കന്മാരായിരുന്നു ഭരിച്ചു തരുന്നത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് അജണ്ടകൾ സെറ്റ് ചെയ്യാൻ അറിയുന്ന ജനങ്ങൾ, ആൾക്കൂട്ടം കൂട്ടാൻ കഴിവുള്ള ആളുകൾ ഈ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വന്നില്ലെങ്കിൽ ഈ പാർട്ടിക്ക് തകർച്ചയായിരിക്കും.